ഹായ് ഓൾ. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സെക്കൻഡ് മോഡ്യൂളിലെ ഒരു ഇൻട്രൊഡക്ഷൻ സെക്ഷനും പ്ലസ് ഫിലിപ്പ് സിഡ്നി എന്ന് പറഞ്ഞിട്ടുള്ള ഫിലോസഫറിനെ കുറിച്ചിട്ടുമാണ്. നമുക്ക് സെക്കൻഡ് സെക്ഷൻ സ്റ്റാർട്ട് ചെയ്യണത് തന്നെ ഇംഗ്ലീഷ് ലിറ്റററി ക്രിറ്റിസിസം ഫ്രം 16th to 19th സെഞ്ചുറി ലിറ്റററി ക്രിറ്റിസിസം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഏരിയയിലാണ്. എന്താ പറയണെന്ന് വെച്ചാൽ നമുക്കിനി പഠിക്കാനുള്ളത് ഇപ്പൊ നമ്മൾ ലാസ്റ്റ് മോഡ്യൂളിൽ പ്ലാറ്റോ, അരിസ്റ്റോട്ടൽ, ലോഞ്ചിനസ്, ഹൊറൈസ് ഇങ്ങനത്തെ ആളുകൾ പഴയ ക്ലാസിക്കൽ ലിറ്റററി ക്രിറ്റിക്കുകളെ കുറിച്ചിട്ടാണ് പഠിച്ചത്. അപ്പോൾ നമ്മൾ ഈ ഒരു മോഡ്യൂളിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ടാവുക ഇംഗ്ലീഷ് ലിറ്റററി ക്രിറ്റിക്കുകളെ കുറിച്ചിട്ടാണ്. ഓക്കെ, ഇംഗ്ലീഷ് ലിറ്റററി ക്രിറ്റിക് പറഞ്ഞു കഴിഞ്ഞാൽ ഇംഗ്ലണ്ടിലെ ഫേമസ് ആയിട്ടുള്ള ലിറ്റററി ക്രിറ്റിക്. ഓക്കെ, അപ്പൊ ഇംഗ്ലണ്ടിലുള്ള ലിറ്റററി ക്രിറ്റിക്സിനെ കുറിച്ചിട്ടാണ് നമുക്കിനി ഈ മോഡ്യൂൾ പഠിക്കാണ്ടാവുക. അപ്പോൾ ഇതിനകത്ത് 16th to 19th സെഞ്ചുറിയിൽ നടന്നിട്ടുള്ള ലിറ്റററി ക്രിറ്റിസിസത്തിന്റെ ഒരു സ്റ്റാർട്ടിങ്, ആരൊക്കെയാണ് അത് സ്റ്റാർട്ട് ചെയ്തത്, അവരെ എന്തൊക്കെയാ കൊണ്ടുവന്നത്, ആരുടെ നിന്നൊക്കെ ഇൻസ്പയർഡ് ആണ്, അങ്ങനത്തെ കാര്യങ്ങളാണ് നമ്മൾ ഇതിൽ ഡിസ്കസ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഈ ഒരു 16th to 19th സെഞ്ചുറി അല്ലെങ്കിൽ ഇംഗ്ലീഷ് ലിറ്റററി ക്രിറ്റിസിസത്തിന്റെ ഒരു ഇൻട്രൊഡക്ഷൻ ആണ് ഈ പാരഗ്രാഫിൽ പറയുന്നത്. ജസ്റ്റ് ഇൻട്രോ മാത്രമേ ഉള്ളൂ, വേറെ പ്രത്യേകിച്ച് കാര്യമായിട്ടുള്ളതൊന്നും ഇല്ല ഇതിനകത്ത്. എന്തായിരുന്നു ഇംഗ്ലീഷ് ലിറ്റററി ക്രിറ്റിസിസം? മറ്റേത് ഗ്രീക്കും റോമനും ലാറ്റിനൊക്കെ ആയിരുന്നു. ഇത് ഇംഗ്ലീഷ് ലിറ്റററി ക്രിറ്റിസിസം എന്താണെന്നാണ് ഇപ്പൊ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോണത് ഈ ഒരു സ്ലൈഡിൽ. ഓക്കെ, സോ ഞാൻ ഇൻട്രൊഡക്ഷൻ വായിക്കുകയാണ്. ദ പീരീഡ് ലീഡിംഗ് അപ് ടു റിനൈസൻസ് ഇൻ യൂറോപ്പ് ഈസ് ഓഫൻ കൺസിഡേർഡ് എ ബാരൻ പീരീഡ് ഫോർ ലിറ്ററേച്ചർ ആൻഡ് ആർട്സ്. ഇംഗ്ലീഷ് ലിറ്റററി ക്രിറ്റിസിസത്തില് ഓക്കെ, റിനൈസൻസ് വരെയുള്ള പീരീഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ബാരൺ ആയിട്ടുള്ള ഒരു പീരീഡ് ആയിരുന്നു. ബാരൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഡെസേർട്ടഡ് ആയിട്ടുള്ള, അതായത് നമ്മളല്ല മരുഭൂമി പോലത്തെ ഭയങ്കര ഡ്രൈ ആയിട്ടുള്ള, അതിനാണ് ബാരൺ എന്ന് പറയാം. അതായത് റിനൈസൻസ് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ക്ലാസ്സിൽ പറയാറുള്ളതാണ്, ലിറ്ററേച്ചർ ഏറ്റവും കൂടുതൽ ഫ്ലറിഷ് ചെയ്ത പീരീഡ് ആണ് റിനൈസൻസ്. ഓക്കെ, അതിന്റെ പുറകിൽ ഒരു യുദ്ധം നടന്ന ഒരു കഥയൊക്കെ ഉണ്ട്. ഇവിടെ തുർക്സ് റോമൻസ് തമ്മിലൊരു യുദ്ധം നടന്നിട്ടുള്ള അതിന്റെ ഭാഗമാണ്. അത് നമ്മൾ അറിയേണ്ട കാര്യമില്ല. ഞാൻ ഇപ്പൊ ജസ്റ്റ് ഈ കാര്യം അറിഞ്ഞു വെക്കാം. റൊണൈസൻസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മൊമെന്റിന് ശേഷമാണ് ലിറ്ററേച്ചർ ഏറ്റവും ഫ്ലറിഷ് ആയത്. അതിന് മുന്നേ ഉള്ള പീരീഡിൽ ഭയങ്കര ബാരൺ ആയിരുന്നു. അതായത് ഒന്നും, ഒരു ക്രിയേറ്റിവിറ്റി എവിടെ ഉണ്ടായിരുന്നില്ല, ഇംഗ്ലണ്ടിൽ വരെ. ഓക്കെ, പല എഴുത്തുകാരും പല രാജ്യത്തു നിന്നും ഇംഗ്ലണ്ടിലേക്ക് വന്ന് ചേക്കേറിയത് റിനൈസൻസിന് ശേഷമാണ്. ഓക്കെ, അതാണ് അവിടെ നെക്സ്റ്റ് വായിക്കുന്നത്. ഇറ്റ് വാസ് ഓൺലി ആഫ്റ്റർ റിനൈസൻസ് when Greek and Latin treatises on curriculum became available to English scholars that they began to apply their minds to the department of literature again. റിനൈസൻസിന് ശേഷം ലോകത്തിന്റെ പല ഭാഗത്തുള്ള ലിറ്ററേച്ചർ ഇംഗ്ലണ്ടിലേക്ക് വന്നു തുടങ്ങി. ഗ്രീക്ക്, ലാറ്റിൻ, ഫ്രഞ്ച്, അങ്ങനെ പല ലിറ്ററേച്ചർ, പല ആളുകളും ഇംഗ്ലണ്ടിലേക്ക് വന്നു തുടങ്ങി. അങ്ങനെ വന്നതിന് ശേഷമാണ് ഈ ഒരു ലിറ്ററേച്ചറിന്റെ ഒരു പുതിയൊരു തലം എന്താണ് ഇംഗ്ലണ്ടിൽ ഫ്ലറിഷ് ചെയ്തത്. Okay, the recovery of classical text and the transmission of idea from Italy and France into England set off literary renaissance in England. Important ആയിട്ടുള്ള ലൈൻസ് ആണ് കേട്ടോ ഈ ഒരു സെക്ഷനിലെ. അതായത് പഴയ ക്ലാസിക്കൽ ടെക്സ്റ്റുകൾ റിക്കവർ ചെയ്യുക, അതായത് പണ്ടും ഇങ്ങനെ മറഞ്ഞു പോയിട്ടുള്ള ടെക്സ്റ്റുകളും പഴയ ലിറ്ററേച്ചറുകൾ ഇതെല്ലാം ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യുക. അതുപോലെ തന്നെ പുതിയ പുതിയ ഐഡിയാസ്, പല പല രാജ്യങ്ങളിൽ നിന്നുള്ള ഐഡിയാസ് ഇംഗ്ലണ്ടിലേക്ക് കൊണ്ടുവന്നിട്ട് പ്രാക്ടിക്കൽ ആക്കുക. ഇറ്റലിയിലുള്ള സ്റ്റൈല്, ഫ്രാൻസിലുള്ള സ്റ്റൈല്, അതുപോലെ തന്നെ പല പല കൺട്രീസിലുള്ള എഴുത്തുകാരുടെ സ്റ്റൈലുകൾ അഡോപ്റ്റ് ചെയ്ത് പുതിയ പുതിയ വർക്കുകൾ ഇംഗ്ലീഷിൽ മിക്സ് ചെയ്ത് ഉണ്ടാക്കുക. ഇങ്ങനത്തെ സംഭവം നടന്നത് ഈ റിനൈസൻസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പീരീഡ്, ഒരു ടൈപ്പ് ഓഫ് എന്താ പറയാ റെവല്യൂഷൻ ആണത്. ലിറ്റററി റെവല്യൂഷൻ എന്ന് പറയും. ലിറ്ററേച്ചറിൽ നടന്ന റെവല്യൂഷൻ ആണ് റിനൈസൻസ്. ഓക്കെ, അപ്പൊ ഇംഗ്ലണ്ടിൽ റിനൈസൻസ് നടന്നപ്പോഴാണ് ഈ ഒരു സംഭവം ഏറ്റവും കൂടുതൽ ഫ്ലറിഷ് ആയത്. ഓക്കെ, one among the several debate that came up during the Renaissance is an attack on poetry and its defense. ഓക്കെ, ആ ടൈമില് റിനൈസൻസിൽ നടന്ന വേറൊരു സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോയട്രിയുടെ സ്റ്റൈലിനെ അറ്റാക്ക് ചെയ്യലും ആ പോയട്രിയുടെ സ്റ്റൈലിന്റെ ഒരു ഡിഫെൻസും ആണ്. എന്താ പറയണെന്ന് വെച്ചാല് റിനൈസൻസ് വന്നതോട് കൂടിയിട്ട് പഴയ ടൈപ്പ് ഓഫ് കൺവെൻഷണൽ പോയട്രി അവിടെ ചാലഞ്ച് ചെയ്യപ്പെട്ടു. ഓക്കെ, അതായത് ആളുകൾ കഷ്ടപ്പെട്ട് റൂൾസ് റെഗുലേഷൻ ഒക്കെ വെച്ചിട്ട് എഴുതുന്ന പോയംസ് ചാലഞ്ച് ചെയ്യപ്പെട്ടു. ആളുകൾ പറഞ്ഞു അങ്ങനെയൊന്നും റൂൾസും റെഗുലേഷനും പോയട്രിക്ക് ആവശ്യമില്ല, പോയട്രി സിമ്പിൾ ആവണം, പോയട്രി കുറച്ചുകൂടെ ആളുകളെ അപ്പീൽ ചെയ്യണം, പോയട്രി ആളുകൾക്ക് കേട്ടാൽ മനസ്സിലാവണം, ഏത് കോമൺ മാനും വായിക്കണം. അങ്ങനെ കുറെ ചാലഞ്ചസും നമ്മുടെ ക്ലാസിക്കൽ റൂൾസിന് ഒരു ചാലഞ്ചായി വന്നു. ഓക്കെ, ദെൻ പോയട്രി ആൻഡ് ഡ്രാമ ദാറ്റ് ഗെയിൻ നോട്ടബിൾ പ്രോമിനൻസ് വർ ഓൾസോ സിവിയർലി അറ്റാക്ട് ബൈ പ്യൂരിറ്റിയൻസ് ആൻഡ് സപ്പോസിഡ്ലി ഹാർംഫുൾ ഇമ്പാക്ട് ഓൺ മൊറാലിറ്റി. ആ ഒരു ടൈമിലെ പോയട്രിയും ഡ്രാമയും ഒരുപാട് അറ്റാക്കുകൾ നേരിട്ടിട്ടുണ്ട്. കാരണം ആളുകൾ എന്താ പറയാ, എല്ലാവരും എഡ്യൂക്കേറ്റഡ് ആയി. റിനൈസൻസ് വന്നതോടുകൂടി എല്ലാ ആളുകളും വായന തുടങ്ങി, എല്ലാവർക്കും ലിറ്ററേച്ചർ എത്തി തുടങ്ങി. അപ്പൊ ആളുകൾ അറ്റാക്ക് ചെയ്യാൻ തുടങ്ങി, ഭയങ്കര മനസ്സിലാവാത്ത സ്റ്റൈല്, ഓൾഡ് കൺവെൻഷൻ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട്. ഓക്കെ,
Then in 1579, the admiration for classics took an entirely new turn. A literary circle called എയറോപേഗസ് വാസ് ഫോംഡ്. 1579 ക്ലാസിക്കൽ ലിറ്ററേച്ചറിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു സർക്കിൾ ഫോം ചെയ്യാണ്. ഓക്കെ, അതായത് ഈ ആളുകൾ ക്ലാസിക്കൽ ലിറ്ററേച്ചറിനെ അങ്ങനെ വെറുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. ക്ലാസിക്കൽ ലിറ്ററേച്ചർ മനസ്സിലാവണില്ല, ക്ലാസിക്കൽ പോയട്രി മനസ്സിലാവണില്ല, അതിന്റെ തിയറികളെല്ലാം മണ്ടത്തരമാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് ചാലഞ്ച് ഫേസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ഈ എയറോപേഗസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ലിറ്റററി ഗ്രൂപ്പ് ഫോം ചെയ്യണത് 1579. ഇറ്റ് എയിംഡ് ഫോർ ദ റിഫോം ഓഫ് ഇംഗ്ലീഷ് വേഴ്സ് ബൈ സബ്സ്റ്റിറ്റ്യൂട്ടിംഗ് ഗ്രീക്ക് ആൻഡ് ലാറ്റിൻ സിസ്റ്റം ഓഫ് പ്രോസഡി ഫോർ ഇംഗ്ലീഷ്. അപ്പോൾ അതിന്റെ മെയിൻ എയിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരുന്നു? ഇംഗ്ലീഷ് ഭാഷയിലൂടെ ഗ്രീക്ക് ലാറ്റിൻ വർക്കുകളെ റിഫോം ചെയ്യുക. ഓക്കെ, ടു റിഫോം ഇംഗ്ലീഷ്, to reform Greek and Latin works through the use of English literature. ഓക്കെ, ഇംഗ്ലീഷ് വേഴ്സ് ആക്കിയിട്ട് മാറ്റുക, അല്ലെങ്കിൽ അതിനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക ഗ്രീക്ക് ലാറ്റിൻ സിസ്റ്റത്തിന്. ഇറ്റ് കാൾഡ് ഇറ്റ് സെൽഫ് എയറോപേഗസ് ആഫ്റ്റർ ദ ഹിൽ ഓഫ് ദാറ്റ് നെയിം ഇൻ ഏൻഷ്യന്റ് ഏതൻസ്. ഗ്രീസിലുള്ള ഏതൻസിലുള്ള ഒരു ഹില്ലാണ്, ഒരു കുന്നിന്റെ പേരാണ് എയറോപേഗസ്. അത് ലിറ്ററേച്ചർ മിത്തോളജിയിലൊക്കെ വരുന്നതാണ്. അപ്പൊ ആ പേര് കൊടുത്തിട്ട് എന്താണ്, നമ്മളൊരു പുതിയ ഗ്രൂപ്പ് ഇംഗ്ലണ്ടിൽ ഫോം ചെയ്യാണ്. അതായത് പഴയ ക്ലാസിക്കൽ റൂളുകളെ, പഴയ ക്ലാസിക്കൽ ടൈപ്പ് ഓഫ് ലിറ്ററേച്ചറുകളെ ആളുകൾ അറ്റാക്ക് ചെയ്യാൻ തുടങ്ങിയപ്പോൾ അതിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, സോ അതിന് ഹെഡ് കൊടുത്തിട്ടുള്ള ഒരു മെയിൻ ആളാണ് ഫിലിപ്പ് സിഡ്നി. Okay, it consisted of Philip Sidney, Gabriel Harvey, Spencer, Edward Dyer, and few others. They argued that after Chaucer, English poetry had died, and it would be brought to alive only when these measures were taken. അപ്പോൾ ആ ഗ്രൂപ്പ് ഫോം ചെയ്ത ക്ലാസിക്കൽ ലിറ്റററി വർക്കുകളെ എന്താണ് റിഫോം ചെയ്യാനായിട്ട് ഫോം ചെയ്തിട്ടുള്ള ഗ്രൂപ്പിൽ ഒരു മെയിൻ അംഗമായിരുന്നു സർ ഫിലിപ്പ് സിഡ്നി. അപ്പൊ അവർ മെയിൻ ആയിട്ട് ആർഗ്യൂ ചെയ്ത കാര്യം എന്താണ്? ചോസറിന് ശേഷം ഇംഗ്ലീഷ് പോയട്രി മരിച്ചിരിക്കുന്നു. അപ്പൊ നമ്മളുടെ ഡ്യൂട്ടിയാണ് പഴയ ക്ലാസിക്കൽ ലിറ്ററേച്ചർ തിരിച്ചു കൊണ്ടുവരിക. ഓക്കെ, ആളുകള് ക്ലാസിക്കൽ ലിറ്ററേച്ചറിനെ വെറുത്തു തുടങ്ങുന്ന ഒരു കാലത്ത് നമ്മളൊരു പുതിയ ക്ലാസിക്കൽ ലിറ്ററേച്ചർ കൊണ്ടുവരണം എന്ന് പറഞ്ഞിട്ട് ഒരു ഗ്രൂപ്പ് ഫോം ചെയ്യാം. നമുക്ക് ഫിലിപ്പ് സിഡ്നിയെ പഠിക്കാനുള്ളത്. ഓക്കെ, കുറച്ചുകൂടെ ഉണ്ട് പാരഗ്രാഫിന്റെ കണ്ടിന്യൂഷൻ, അതോടെ ജസ്റ്റ് വായിച്ചു പോട്ടാ. ഇറ്റ് വാസ് ദ കോൺഫ്ലിക്ട് ബിറ്റ്വീൻ പോപ്പുലർ വെർനാക്കുലർ നെറേറ്റീവ്സ് ഇൻ ആർട്ട് അഗെയിൻസ്റ്റ് ദാറ്റ് ഓഫ് എറൂഡ് ക്ലാസിക്കൽ ഇമ്പൾസസ്. The native as exemplified in the mystery and miracle cycle and moralities and interludes was scorned by these two preferred classical, showing in performance of Greek and Latin plays in school and colleges. എന്താ പറയണെന്ന് വെച്ചാൽ ഇത് കേട്ടിട്ട് ആരും ടെൻഷൻ അടിക്കുന്നു വേണേ ജസ്റ്റ് വായിച്ചു പോകണുള്ളൂ. അതായത് അത് ആ ടൈമില് ഈ ഫിലിപ്പ് സിഡ്നി ഗ്രൂപ്പ് ഫോം ചെയ്യുന്ന സമയത്ത് ക്ലാസിക്കൽ വർക്കുകളും അതുപോലെ തന്നെ നേറ്റീവ് ആയിട്ടുള്ള വർക്കുകൾ പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ ആളുകൾക്കും മനസ്സിലാവുന്ന ഭാഷയിൽ എഴുതുന്ന വർക്കുകൾ, അതുപോലെ തന്നെ ഇപ്പോൾ ക്ലാസിക്കൽ ലിറ്റററി വർക്കുകൾ. ഇപ്പൊ നമുക്ക് എല്ലാവർക്കും ചിലപ്പോൾ ക്ലാസിക്കൽ ലിറ്റററി വർക്കുകൾ മനസ്സിലാവില്ല. അപ്പൊ എനിക്കിപ്പോ രാമായണം, മഹാഭാരതം അങ്ങനത്തെ ക്ലാസിക്കൽ വർക്ക് ഒറിജിനൽ ലാംഗ്വേജിൽ വായിച്ചാൽ ചിലപ്പോൾ മനസ്സിലാവില്ല, അത് നേറ്റീവ് ഭാഷയിൽ തന്നെ മനസ്സിലാവുള്ളൂ. പക്ഷെ അത് മനസ്സിലാക്കുന്ന ചില ആളുകളുണ്ട്, ക്ലാസിക്കൽ റീഡേഴ്സ് ഉണ്ട്. അപ്പൊ ഇത് രണ്ടും തമ്മിലുള്ള ക്ലാഷ് ആണ് അവിടെ നടന്നിരുന്നത്. ദർ വാസ് എ ക്ലാഷ് ബിറ്റ്വീൻ നേറ്റീവിസം ആൻഡ് ക്ലാസിസിസം. അങ്ങനെ നോട്ട് ചെയ്താൽ മതി. Okay, during this period of Philip Sidney, literary tastes were sharply divided and have continued been so ever since. Okay, critics ബാക്കിയുള്ളത് ഇത്ര ആവശ്യമുള്ളതല്ല, അറിയാണ്ട് മാർക്ക് ചെയ്തുകൊണ്ട്. The classicists on the other hand shared the same religional pride and wanted to turn London into Rome. അപ്പോ ചില ആളുകള് എന്താ പറയാ, ഷേക്സ്പിയർ, ക്രിസ്റ്റഫർ മാർലോ, അതുപോലെ തന്നെ സ്പെൻസർ, സിഡ്നി, ജോൺസൺ, ഇവരെല്ലാവരും എന്താ പറയാ, ഷേക്സ്പിയറും ഈ ക്രിസ്റ്റഫർ മാർലോ അങ്ങനത്തെ ആളുകളൊക്കെ ഈ നേറ്റീവിസം സപ്പോർട്ട് ചെയ്ത ആളുകളാണ്. അതായത് ലാംഗ്വേജ് സിമ്പിൾ ആയാൽ മതി, ആളുകൾക്ക് എല്ലാവർക്കും മനസ്സിലാവണം അങ്ങനെയുള്ളത്. പക്ഷെ ഈ ഫിലിപ്പ് സിഡ്നി, സ്പെൻസർ, സിഡ്നി, ബെൻ ജോൺസൺ, ഇങ്ങനത്തെ അവരെല്ലാവരും ഭയങ്കര ക്ലാസിസിസ്റ്റ് ആയിരുന്നു. അവർക്ക് ലിറ്ററേച്ചർ എന്ന് പറഞ്ഞാൽ പണ്ടത്തെ പ്ലാറ്റോ, അരിസ്റ്റോട്ടിൽ അല്ലെങ്കിൽ ലോഞ്ചിനസ്, ഹൊറൈസ് അവരുടെയൊക്കെയാണ് ലിറ്ററേച്ചർ അങ്ങനെ വിശ്വസിച്ചിരുന്ന ആളുകളാണ്. ഓക്കെ, അപ്പോൾ ഇവർ രണ്ടുപേരും തമ്മിൽ അവിടെ ഒരു ക്ലാഷ് നടന്നിരുന്നു ഇംഗ്ലീഷ് ലിറ്ററേച്ചറിന്റെ ലിറ്റററി തിയറിയുടെ ആ ടൈമിൽ. ഓക്കെ, നമുക്ക് ഫിലിപ്പ് സിഡ്നിയെ കുറിച്ചിട്ട് നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ടൊന്ന് പഠിക്കാം. ഫിലിപ്പ് സിഡ്നിയെ കുറിച്ചുള്ളൊരു അനാലിസിസ്. ഓക്കെ, ഇത് നമ്മൾ പ്ലാറ്റോ, അരിസ്റ്റോട്ടിൽ പോലെ തന്നെ ഫിലിപ്പ് സിഡ്നി എന്താണ്, സിഡ്നിയെ കുറിച്ചിട്ടുള്ള കാര്യങ്ങൾ അതൊക്കെയാണ് നമുക്ക് പഠിക്കാൻ വരാം കേട്ടോ. So, Philip Sidney, he was an English poet, soldier, and a courtier of Queen Elizabeth I. The Defense of Poesy, also known as the Defense of Poetry, or an Apology of Poetry, was written by Philip Sidney in response to Stephen Gosson, a Puritan pamphleteer whose school of abuse blamed playwrights and theatre in particular and poets in general. So, Philip Sidney ഒരു ഇംഗ്ലീഷ് പോയറ്റ് ആണ്, ഇംഗ്ലണ്ടിലെ പോയറ്റ് ആണ്. ആള് ക്വീൻ എലിസബത്ത് I കോർട്ടിയർ ആയിരുന്നു. അതായത് ഇവരുടെ രാജ്യസഭയിലുള്ള ഒരു പ്രധാനമായിട്ടുള്ള
പോയറ്റ് അല്ലെങ്കിൽ പ്രധാനമായിട്ടുള്ളൊരു എഴുത്തുകാരിൽ ഒരാളായിരുന്നു, ഒരു സോൾജർ ഒക്കെ ആയിരുന്നു. സോ ആളുടെ വർക്കിന്റെ പേരാണ് ഡിഫൻസ് ഓഫ് പോയട്രി. അതിന്റെ വേറെ പേരുകളാട്ടോ, ഡിഫൻസ് ഓഫ് പോയട്രി അല്ലെങ്കിൽ അപ്പോളജി ഫോർ പോയട്രി എന്നൊക്കെ പറഞ്ഞിട്ടുള്ളത്. ഈ ഒരു വർക്ക് ആൾ എഴുതിയത്, ഓക്കെ, ഇവിടെയാണ് നമ്മൾ നോട്ട് ചെയ്യേണ്ടത്. ഈ ഒരു വർക്ക് ആൾ എഴുതിയത് സ്റ്റീഫൻ ഗോസൻ എന്ന് പറഞ്ഞ ഒരാള്. ഒരു പ്യൂരിറ്റൻ പാംപ്ലെറ്റിയർ ആണ്. പാംപ്ലെറ്റ് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു തരം ന്യൂസ് പേപ്പർ ആണ്. നമ്മൾ ആഴ്ചയിൽ 2 ദിവസം മാത്രം വരുന്ന ന്യൂസ് പേപ്പേഴ്സിനെയാണ് പാംപ്ലെറ്റ് എന്ന് പറയാം. അപ്പോൾ സ്റ്റീഫൻ ഗോസൻ എന്ന് പറഞ്ഞ ആള് ഒരു വർക്ക് എഴുതി, സ്കൂൾ ഓഫ് അബ്യൂസ് പറഞ്ഞിട്ട്. അതിനകത്ത് ഇയാള് പ്ലേ റൈറ്റുകളെയും അതുപോലെ തന്നെ പോയറ്റ്സിനെയും എല്ലാവരെയും ഭയങ്കര അബ്യൂസ് ചെയ്യുന്ന രീതിയിലാണ് എഴുതിയിട്ടുള്ളത്. അതായത് നമ്മുടെ പ്ലാറ്റോ ഒക്കെ ചെയ്ത പോലെ പോയറ്റ്സ് കള്ളന്മാരാണ് അങ്ങനെയൊക്കെ പറഞ്ഞ പോലെ ഭയങ്കര അബ്യൂസിങ് ആയിട്ടുള്ള രീതിയിൽ ഒരു വർക്ക് എഴുതി. അപ്പൊ അതിന് റെസ്പോൺസ് ആയിട്ട് എന്താണ് പോയട്രി, ഒരു ഡിഫൻസ് ഓഫ് പോയട്രി, പോയട്രീനെ ഡിഫെൻഡ് ചെയ്യുന്ന രീതിയിൽ പറയുന്ന ഒരു റെസ്പോൺസ് ആണ് ഇയാള് ഈ ഒരു ഡിഫൻസ് ഓഫ് പോയസി അല്ലെങ്കിൽ അപ്പോളജി ഫോർ പോയട്രി എന്നുള്ളതിൽ എഴുതിയിട്ടുള്ളത്. അപ്പൊ എന്താണ് പ്യുവർ പോയം, എന്താണ് ട്രൂ പോയം, എന്താണ് ക്ലാസിക്കൽ വർക്കിന്റെ ക്വാളിറ്റി, എന്താണ് ക്ലാസിക്കൽ പോയട്രി, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ഇയാൾ ഇതിൽ എഴുതിയിട്ടുള്ളത്. ഇതാണ് ഇയാളുടെ ഏറ്റവും വലിയ കോൺട്രിബ്യൂഷൻ ഇംഗ്ലീഷ് ലിറ്ററേച്ചറിൽ. ഓക്കെ, സ്റ്റീഫൻ ഗോസൻ ഒരു പ്യൂരിറ്റൻ പാംപ്ലെറ്റ്. ഇത് പ്യൂരിറ്റൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടുത്തെ ക്രിസ്ത്യാനിറ്റിയിലുള്ള ഡിവിഷൻസിലുള്ള ഒരു ഗ്രൂപ്പാണ്. പ്യൂരിറ്റൻസ് ഭയങ്കരമായിട്ട് ഈ കലയെ എതിർക്കുന്ന ആളുകളാണ്. പ്യൂരിറ്റൻ ലിറ്ററേച്ചർ എന്ന് പറഞ്ഞാൽ ഭയങ്കര ദൈവത്തെ കുറിച്ചല്ലാതെ വേറൊന്നും എഴുതരുത് എന്നൊക്കെ വിശ്വസിക്കുന്നവരാ. അപ്പൊ ഇയാള് ഈ പോയട്രീനെ കുറിച്ച് ഭയങ്കര മോശമായിട്ട്, എഴുത്തുകാരെല്ലാവരും ഇങ്ങനെയാണ്, പ്ലേ റൈറ്റ്സ് ഒക്കെ ഇങ്ങനത്തെ ആളുകളാണ്, അല്ലെങ്കിൽ അവരുടെ സ്റ്റൈലൊന്നും ഒരു സ്റ്റൈലല്ല, അങ്ങനെയൊക്കെ രീതിയിൽ ഭയങ്കര നെഗറ്റീവ് ആയിട്ടുള്ള രീതിയിൽ ഒരു വർക്ക് എഴുതേണ്ടായിരുന്നു. അപ്പോൾ അതിന് റെസ്പോൺസ് ആയിട്ടാണ് നമ്മുടെ ഇയാള് ഡിഫൻസ് ഓഫ് പോയട്രി എഴുതിയത്. ഇത് ഇമ്പോർട്ടന്റ് ആണ്, ഫിലിപ്സിനെ കുറിച്ചിട്ട് പഠിക്കുമ്പോൾ ഏറ്റവും ആവശ്യമുള്ളതാണ്. ഓക്കെ, ആളുടെ വർക്കിൽ ഗോസന്റെ അബ്യൂസിൽ പറയുന്ന കാര്യമാണ് പോയറ്റ്സ്. ഓക്കെ, പോയറ്റ് എന്ന് പറയുന്നവര് സച്ച് ആസ് ലൈക്ക് കാറ്റർപില്ലേഴ്സ് ഓഫ് എ കോമൺവെൽത്ത്. ഒരു കോമൺവെൽത്തിന്റെ കാറ്റർപില്ലേഴ്സ് ആണെന്ന്. കോമൺവെൽത്ത് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഗവൺമെന്റ് അല്ലെങ്കിൽ ഒരു സ്റ്റേറ്റിലുള്ള കാറ്റർപില്ലേഴ്സ് പോലെയാണ്. കാറ്റർപില്ലർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറിയില്ലേ, ഈ പുഴുവിനെയാണ് കാറ്റർപില്ലർ എന്ന് പറയുന്നത്. എന്ത് പുഴു, നമ്മുടെ ഈ ഇലയൊക്കെ ഇങ്ങനെ തിന്നൂലേ. അപ്പൊ ഇവരിങ്ങനെ ഈ തിന്ന് 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 എന്താ പറയാ, അതിനെ നശിപ്പിക്കും. ഇല തിന്ന് പുഴു നശിപ്പിക്കുന്ന പോലെ, ചെടിയെ നശിപ്പിക്കുന്ന പോലെ ആളുകളുടെ മൈൻഡും നശിപ്പിക്കുന്ന ആളുകളാണ് എന്ന് പറഞ്ഞിട്ട് ഇയാളുടെ വാക്കിൽ എഴുതിയിട്ടുണ്ട്. ഓക്കെ, ഹി ഡിനൗൺസ് ദ പോയറ്റ് ആസ് ദ ഫാദർ ഓഫ് ഓൾ ലൈസ്. ഏറ്റവും വലിയ കള്ളം പറയുന്ന ആളുകളാണ് പോയറ്റ്സ് എന്നൊക്കെയാണ് അയാൾ അതിനകത്ത് എഴുതിയിട്ടുള്ളത്. ഗോസൻ സീംസ് ടു അറ്റാക്ക് നോട്ട് ഓൺലി പോയട്രി ആൻഡ് ഡ്രാമ ആസ് സച്ച് ബട്ട് റാദർ വാട്ട് ഹി തിങ്സ് ദെയർ അബ്യൂസ്. ഹി concedes that they were even in the day good plays and good poems, but good plays he meant not those were artistically perfect, but those that were morally wholesome. Aesthetic did not interest with him. സ്റ്റീഫൻ ഗോസൻ അയാളുടെ വർക്കിൽ പറഞ്ഞ വേറൊരു കാര്യം കൂടി ഉണ്ട്. അതായത് ഇവര് പോയറ്റ്സ് എല്ലാവരും ഭയങ്കര ലയേഴ്സ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ആളെല്ലാവരും പറയില്ല, ചില ടൈമിലൊക്കെ നല്ല പ്ലേ ഉണ്ടായിരുന്നു. ആ പ്ലേക്ക് എല്ലാം എന്തുണ്ട്, മോറലി ഹോൾസം ആയിട്ടുള്ള ഒരു പെർഫെക്റ്റ് തീം ഉണ്ട്. ഓക്കെ, എയ്സ്തെറ്റിക് അല്ല ആൾക്ക് ഇഷ്ടം, മോറൽ ആയിട്ടുള്ള കാര്യങ്ങൾ വേണം. പ്ലാറ്റോ പറഞ്ഞ പോലെ തന്നെ, അതായത് എല്ലാത്തിലും ഒരു ദൈവികമായിട്ടുള്ള ഒരു മെസ്സേജ് വേണം, എല്ലാത്തിലും ഒരു മോറൽ വേണം, നന്മയുള്ള ഒരു മെസ്സേജ് വേണം. അല്ലാണ്ട് അത് ഈസ്തെറ്റിക്കലി നമ്മൾ പറയില്ല, ഭയങ്കര കാണാനും പ്രസന്റ് ചെയ്യാനും ഭയങ്കര ഷോ പീസ് ആയിട്ടുള്ള വർക്കല്ല വേണ്ടത്, മോറൽ ആയിട്ടുള്ളൊരു തീം അതിൽ ആവശ്യമാണ്. ഇതാണ് ഗോസൻ പറഞ്ഞത്. എന്നിട്ട് ആള് പറയുന്നുണ്ട്, അങ്ങനെ എഴുതാത്ത എല്ലാ പോയിറ്റുകളും എല്ലാ പ്ലേ റൈറ്റുകളും മഹാകള്ളന്മാരും എന്താണ് അബ്യൂസ് ചെയ്തപ്പെട്ടിട്ടുള്ളവരാണെന്ന് പറഞ്ഞിട്ട് ഇയാളിത് പറഞ്ഞു. ഓക്കെ, അതാണ് ഗോസൻ പ്രസന്റ് ചെയ്ത ഈ ഒരു ഈ ഒരു വർക്കില്, ഗോസന്റെ വർക്കില് പറഞ്ഞിട്ടുള്ള സ്കൂൾ ഓഫ് അബ്യൂസ് പറഞ്ഞ വർക്കിൽ പറഞ്ഞിട്ടുള്ള. അപ്പൊ അതിന്റെ റെസ്പോൺസ് ആയിട്ട് നമ്മുടെ ആൾ എഴുതിയ വർക്കാണ് ഡിഫൻസ് ഓഫ് പോയസി അല്ലെങ്കിൽ ഡിഫൻസ് ഓഫ് പോയട്രി ഓർ അപ്പോളജി ഓഫ് പോയട്രി, എല്ലാം സെയിം നെയിമാണ്. ഓക്കെ, ഇതിൽ പറയണത് എന്താണെന്ന് വെച്ചാൽ ദ മേജർ വർക്ക് ഓഫ് ലിറ്റററി ക്രിറ്റിസം പ്രൊഡ്യൂസ്ഡ് ഇൻ ഇംഗ്ലീഷ് റിനൈസൻസ്. ദിസ് വർക്ക് വാസ് റിട്ടൺ ഇൻ റെസ്പോൺസ് ടു ഹാർഷ് ക്രിട്ടിക് ഓഫ് ഇമാജിനേറ്റീവ് പോയട്രി ബൈ ദ ചർച്ച് ആൻഡ് ദ സ്റ്റേറ്റ് അതോറിറ്റീസ് അലൈക്ക്. ഓക്കെ, ഈ ഒരു വർക്ക് ഇംഗ്ലീഷ് ലിറ്റററി ക്രിറ്റിസിസത്തിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വർക്കാണ്. ഇതറിയപ്പെടുന്നത് നോഷൻ ആന്തോളജി ഓഫ് ഇംഗ്ലീഷ് ലിറ്ററേച്ചർ. ഓക്കെ, ഇംഗ്ലീഷ് ലിറ്ററേച്ചറിലെ ഒരു ആന്തോളജി, ഒരു കളക്ഷൻ ആണത്, ദ ഡിഫൻസ് ഓഫ് പോയസി. ഇതിൽ പറയണത് എന്താ, ഇറ്റ് ഈസ് എ റെസ്പോൺസ് ടു ഹാർഷ് ക്രിറ്റിസിസം ഓഫ് ഇമാജിനേറ്റീവ് പോയട്രി ബൈ ചർച്ച്. ബൈ ചർച്ച് കൊണ്ട് ഉദ്ദേശിക്കുന്നത് പ്യൂരിറ്റൻസ്, ചർച്ചായിരുന്നു അന്നത്തെ ആളുകൾ. പ്യൂരിറ്റൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചർച്ചിന്റെ ആളുകളാണ്. ഓക്കെ, അപ്പൊ ഈ സ്റ്റീഫൻ ഗോസൻ ചർച്ചിന്റെ ആളായിരുന്നു.
അപ്പൊ അതാണ് അവിടെ പറയാൻ കാരണം. ദൈവികമല്ലാത്ത കാര്യങ്ങളാണ് അതിൽ എഴുതിയിട്ടുള്ളതൊക്കെ ആള് പറഞ്ഞല്ലോ. ഓക്കെ, അപ്പോ ഇമാജിനേറ്റീവ് ആയിട്ട് ഉണ്ടാക്കുന്ന പോയട്രി, റിയൽ അല്ലാതെ ഇമാജിനേറ്റീവ് ആയിട്ട് ഉണ്ടാക്കുന്ന പോയട്രി എല്ലാം എന്താണ്, ബാഡ് ആയിട്ടുള്ളതാണ്, ഭയങ്കര അബ്യൂസ് ചെയ്തിട്ടുള്ള രീതിയിലാണ് അയാളിൽ പറഞ്ഞത്. ദെൻ an argumentative defense of Klein in both sense, Sidney stands on as an advocate for all creative writers and crucial point in development of English literature. So ഇയാളുടെ അബ്യൂസിന് എന്താണ്, ഇയാളൊരു റെസ്പോൺസ് കൊടുക്കുകയാണ്. ഓക്കെ, ഇയാളൊരു അഡ്വക്കേറ്റ് കൊടുക്കുകയാണ്. അഡ്വക്കേറ്റ് പറഞ്ഞാൽ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന, അല്ലെങ്കിൽ നമ്മൾ അതിനെ അനുകൂലിച്ച് പറയുന്ന. സോ അങ്ങനെയാണ് ഇയാൾ ഇംഗ്ലീഷ് ലിറ്ററേച്ചറിന്റെ ഡെവലപ്മെന്റ് ഉണ്ടാക്കി. അത് കൊണ്ടുവന്നിട്ടുള്ള സ്റ്റൈലിനെയാണ് ഇയാൾ പറയുന്നത് ആർഗ്യുമെന്റേറ്റീവ് ലിറ്ററേച്ചർ അല്ലെങ്കിൽ ആർഗ്യുമെന്റേറ്റീവ് മെത്തേഡ്. ഫിലിപ്പ് സിഡ്നിയുടെ സ്റ്റൈലാണ്. ഓക്കെ, ഫിലിപ്പ് സിഡ്നിയുടെ സ്റ്റൈലാണ്. വാട്ട് ഈസ് ആർഗ്യുമെന്റേറ്റീവ് മെത്തേഡ്, അല്ലെങ്കിൽ എക്സ്പ്ലെയിൻ ആർഗ്യുമെന്റേറ്റീവ് മെത്തേഡ് ഓഫ് ഇംഗ്ലീഷ് ലിറ്ററേച്ചർ എന്നൊക്കെ പറഞ്ഞിട്ട് ചിലപ്പോൾ ചോദിക്കുകയാണെങ്കിൽ നമുക്ക് ഇങ്ങനെ ആൻസർ ചെയ്യേണ്ടി വരും. സിഡ്നിയെ കുറിച്ച് പറയണം, എന്താണ് സിഡ്നിയുടെ വർക്കിന്റെ പ്രത്യേകത, എന്തുകൊണ്ടാണുള്ളത് എഴുതിയത്, എന്നിട്ട് ആർഗ്യുമെന്റേറ്റീവ് ലിറ്ററേച്ചർ എന്താണെന്നുള്ളത് നമ്മൾ explain ചെയ്യേണ്ടി വരും. Sidney is extremely persuasive in his technique, using a narrative style modeled in classical rhetoric, giving on the sense that he could be a historian or a professional lawyer. Censorship was a crucial issue. The crown censored all publication and increasingly banned those who were considered immoral, as well as those who threatened the Tudor dynasty. So, Philip Sidneyയുടെ ലിറ്ററേച്ചറിന്റെ ടൈമില്, അല്ലെങ്കിൽ അവർ എഴുതിയിരുന്ന ടൈമില് എന്താണ്, ആള് ഒരു ക്ലാസിക്കൽ ആയിട്ടുള്ള വർക്കുകളെ ബേസ് ചെയ്തിട്ടാണ് പല വർക്കുകളും എഴുതിയിട്ടുള്ളത്. അതായത് ഒരു ഹിസ്റ്റോറിയൻ അല്ലെങ്കിൽ ഒരു പ്രൊഫഷണൽ ലോയർ എഴുതുന്ന പോലെയാണ് അവർക്ക് ആ ടൈമിൽ എഴുതാൻ പറ്റുള്ളൂ. കാരണം എന്താണെന്നറിയോ, ആ ടൈമിൽ സെൻസർഷിപ്പ് എന്ന് പറഞ്ഞ ഒരു ഇഷ്യൂ ഉണ്ടായിരുന്നു. അതായത് ഇംഗ്ലണ്ട് ഫിലിപ്പ് സിഡ്നിയൊക്കെ ജീവിക്കുന്ന സമയത്ത് ഭയങ്കര സ്ട്രിക്റ്റ് ആയിരുന്നു. ആരായിരുന്നു സ്ട്രിക്റ്റ്? ചർച്ച്. ഓക്കെ, ഈ പ്യൂരിറ്റൻസ് അവരുടെ ട്യൂഡർ ഡൈനാസ്ട്രി, അവരുടെ ചർച്ചിനെതിരെ ആരെങ്കിലും വല്ല ടൈപ്പ് ഓഫ് ലിറ്ററേച്ചർ എഴുതി അവരെ എന്താ പറയാ പേര് കളയുന്നുണ്ടോ, ദുരഭിമാനം ചെയ്യുന്നുണ്ടോ എന്നുള്ളതൊക്കെ ഇവരിങ്ങനെ വാച്ച് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു ഈ ഫിലിപ്പ് സിഡ്നിയുടെ ടൈമിൽ അവിടുത്തെ ചർച്ച് അതോറിറ്റീസ്. അപ്പൊ ഇവര് ഏത് ലിറ്ററേച്ചർ എഴുതിയാലും അത് ഭയങ്കരമായിട്ട് സെൻസർ ചെയ്യും. ഓക്കെ, അപ്പൊ അന്നത്തെ ക്രൗൺ, അന്നത്തെ കിങ് ആണ് അത് സെൻസർ ചെയ്യുക. കിങ്ങിന്റെ അണ്ടറിൽ പോയറ്റ്സ് ഒക്കെ ഉണ്ട് പറഞ്ഞില്ലേ, അവരുടെ പണി ഇതാണ്, സെൻസർഷിപ്പ് നോക്കലാണ്. Okay, one of the major themes in Sydney's defense is that idea that poetry is extremely important and has value that can't be easily explained. Sydney, in a way, confronts and answers Plato's famous indictment of poets and addresses the problem of poets' role in society. ആളുടെ ഡിഫൻസ് ഓഫ് പോയസിയിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഐഡിയ എന്താണെന്ന് വെച്ചാൽ ആള് പറയുന്നുണ്ട്, പോയറ്റുകൾക്ക് ഓക്കെ അല്ലെങ്കിൽ പോയട്രീസിന് ഒരു വാല്യൂ ഉണ്ട്, അതങ്ങനെ ഈസി ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റില്ല. എന്നിട്ട് ആള് പറയാണ്, പോയറ്റ്സ് അഡ്രസ്സസ് ദ പ്രോബ്ലം ഓഫ് റോൾസ് ഇൻ സൊസൈറ്റി. അതായത് പോയറ്റുകളാണ് സൊസൈറ്റിയിലുള്ള പ്രോബ്ലംസിനെ കുറിച്ചിട്ട് അഡ്രസ് ചെയ്യാൻ കഴിവുള്ള ആളുകൾ അല്ലെ. ഇപ്പോ ഒരു എഴുത്തുകാരൻ, ഒരു നല്ല തലയും വെളിവുള്ള എഴുത്തുകാരുണ്ട് നമ്മുടെ നാട്ടിലൊക്കെ. അവർ ഇനി വരാൻ പോകുന്ന ഒരു പ്രശ്നത്തെ കുറിച്ചിട്ട് അല്ലെങ്കിൽ വരാൻ പോകുന്ന ഒരു ഇഷ്യൂവിനെ കുറിച്ചിട്ട് വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് പറയുന്ന ആളുകളുണ്ട്. ഇപ്പോ സച്ചിദാനന്ദ മാഷിന്റെ ഒക്കെ വർക്കുകള്, അതുപോലെ തന്നെ നമ്മുടെ കുറ്റിപ്പുറം പാലം എന്നുള്ള പോയൊക്കെ ഇല്ലേ, അതൊക്കെ എത്രയോ കാലം മുന്നേ എഴുതിയിട്ടുള്ള പോയംസ് ആണ്. അതിൽ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ഇന്ന് റിയാലിറ്റിയിൽ വന്നിട്ടുണ്ട്. അപ്പൊ കണ്ട, സൊസൈറ്റിയിൽ ഉണ്ടാവുന്ന പ്രോബ്ലംസിനെ കുറിച്ച് അനലൈസ് ചെയ്യാൻ കഴിവുള്ള ആളുകളാണ് പോയറ്റ്സ്. സിഡ്നി പറഞ്ഞ കാര്യങ്ങളാണ് കേട്ടോ. സിഡ്നി ടെൽസ് ദാറ്റ് പോയറ്റ്സ് വെർ എന്താ പറയാ, ദേ ക്യാൻ അഡ്രസ് ദ പ്രോബ്ലം ഓഫ് പീപ്പിൾസ് റോൾ ഇൻ ആൻഡ് പോയറ്റ്സ് റോൾ ഇൻ സൊസൈറ്റി. He argues that poets were first philosophers. അതൊരു ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ്. അവരാണ് ഈ ലോകത്തെ അല്ലെങ്കിൽ വേൾഡിലുള്ള ആദ്യത്തെ ഫിലോസഫേഴ്സ്. ദാറ്റ് ഫസ്റ്റ് ബോട്ട് ലേണിംഗ് ടു ഹ്യൂമാനിറ്റി. ആളുകൾക്ക് മനുഷ്യകുലത്തിന് ലേണിംഗ് എന്ന് പറഞ്ഞ സാധനം കൊണ്ടുവന്നത് പോയറ്റ്സ് ആണ്. അതായത് പോയം വഴി ആളുകൾ കാര്യം മനസ്സിലാക്കിപ്പിക്കുന്നത്, അല്ലെങ്കിൽ പോയം വഴി ആളുകൾ കാര്യങ്ങൾ മനസ്സിലാക്കിപ്പിക്കുന്നത് കൊണ്ടുവന്നത് പോയറ്റ്സ് ആണ്. They have the power to conceive new world of being and to populate them with new creature. അവർക്ക് എന്താണ്, പുതിയ ആളുകളെ പുതിയ കാര്യങ്ങൾ പറഞ്ഞ് കൺസീവ് ചെയ്യാനുള്ള കഴിവുണ്ട്. ഓക്കെ, അതുപോലെ തന്നെ they have the power to populate with new creatures. തലയുടെ ഉള്ളിൽ പുതിയ പുതിയ കാര്യങ്ങൾ ഫീഡ് ചെയ്ത്, പുതിയ ക്രീച്ചേഴ്സിനെ ക്രിയേറ്റ് ചെയ്യുന്ന പോലെ പുതിയ കാര്യങ്ങൾ ഫീഡ് ചെയ്യാനുള്ള കഴിവും അവർക്കുണ്ട്. ഓക്കെ,
ദെൻ അതുപോലെ തന്നെ പോയറ്റ്സ് എന്താണ്, ദേ ആർ സുപ്പീരിയർ ടു ദാറ്റ് ഓഫ് ഹിസ്റ്റോറിയൻസ് എന്ന് ആളോടെ പറയുന്നുണ്ട്. ഞാനിവിടെ മാർക്ക് ചെയ്യാൻ വിട്ടാണ് കേട്ടോ. ഹി ഓൾസോ സേസ് ദാറ്റ് പോയറ്റ്സ് ആർ സുപ്പീരിയർ ടു ദ ഹിസ്റ്റോറിയൻസ്. ഹിസ്റ്ററി ഭയങ്കര ബ്രേസൺ ആയിട്ടുള്ള, ഭയങ്കര ബാരൻ ആയിട്ടുള്ള, ഡ്രൈ ആയിട്ടുള്ള സബ്ജക്റ്റ് ആണ്. ഓക്കെ. എന്നിട്ട് ആള് പറയുന്നുണ്ട് പോയട്രിയിലാണ് കുറച്ചുകൂടെ ആളുകൾക്ക് ക്രിയേറ്റീവ് ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുക. ദെൻ ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് വേരിയസ് ജോണർ ഓഫ് പോയട്രിയെ കുറിച്ച് ആള് പറയുന്നുണ്ട്. ആൻഡ് ഹി ഡിഫെൻസ് പോയട്രി അഗൈൻ ദ ചാർജ് ദാറ്റ് ഇറ്റ് ഈസ് കമ്പോസ്ഡ് ഓഫ് ലൈസ് ആൻഡ് ലെഡ് വൺ ടു സിൻ. അതുപോലെ തന്നെ ആള് മറ്റേ ഈ ഗോസൻ പറഞ്ഞൊരു കാര്യമുണ്ട്, അതായത് പോയറ്റ്സ് എല്ലാവരും നുണയന്മാരാണ്, നുണ പറയുന്നവരാണ്. അവര് നുണ വായിക്കുമ്പോൾ നമ്മളെല്ലാവരും സിൻ കമ്മിറ്റ് ചെയ്യാണ്. സിൻ പറഞ്ഞ അറിയില്ലേ, മറ്റേ എന്താ പറയാ, തിന്മ തിന്മയിലേക്ക് പോവുകയാണ്. അപ്പൊ അങ്ങനത്തെ രണ്ട് പോയിന്റുകളെയും ആളതിൽ ഡിഫെൻഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് അതിനകത്ത് ആള് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ. വൈൽ ഹിസ്റ്ററി ആൻഡ് ഫിലോസഫി ക്യാൻ ബി ബോത്ത് ഇംപ്രൂവ് മാൻസ് മൈൻഡ് ആസ് വെൽ, പോയട്രി ഇസ് ദ മദർ ഓഫ് ഓൾ നോളജ്. അതൊക്കെ ആളതിൽ പറയുന്ന കാര്യങ്ങൾ തന്നെ ആഡ് ചെയ്തിരിക്കുന്നത് മാത്രമേ ഉള്ളൂ. ഹിസ്റ്ററിയും ഫിലോസഫിയും ആളുകളുടെ മൈൻഡിൽ എന്താണ് ഇംപ്രൂവ് ചെയ്യാൻ പറ്റുമെങ്കിൽ, ഓക്കെ, നോളജ് ഇംപ്രൂവ് ചെയ്യാൻ പറ്റുമെങ്കിൽ നമ്മുടെ ഏറ്റവും കൂടുതൽ പോയട്രിയിലാണ് മദർ ഓഫ് ഓൾ നോളജ് എന്ന് അറിയപ്പെടുന്ന ജോണർ വരുന്നത്. അതായത് നോളജ് അക്വയർ ചെയ്യുക പോയട്രി വഴിയാണ്. ഹിസ്റ്ററി ഫിലോസഫിയിലെ ആളുകൾക്ക് ഇൻഫർമേഷൻ അറിയാൻ പറ്റുള്ളൂ, പക്ഷെ നോളജ് ഇംപ്രൂവ് ചെയ്യണമെങ്കിൽ പോയട്രി ആണ് വായിക്കേണ്ടത്. വൈൽ സം ഫെയിൽ ടു സീ ദ വാല്യൂ ഓഫ് പോയട്രി, ദിസ് ഇസ് ബിക്കോസ് ദേ മിസ്അണ്ടർസ്റ്റാൻഡ് ഇറ്റ്. Think only of poor works that they have been seen from their contemporary. They fail to recognize that while individual poets may lack talent, poetry itself is the highest form of literature. ആള് പറയാണ് പല ആളുകളും പോയട്രിയുടെ വാല്യൂ കണ്ടുപിടിക്കാനായിട്ട് ഫെയിൽ ആകാറുണ്ട്. കാരണം എന്താ, അവർക്ക് മിസ്അണ്ടർസ്റ്റാൻഡ് ചെയ്യാണ് നല്ല പോയട്രി ഏതാണ്. അതുപോലെ തന്നെ നല്ല പോയട്രിയും ചീത്ത പോയട്രിയും തമ്മിൽ കമ്പയർ ചെയ്യാൻ, കോണ്ടംപററീസ് വെച്ച് കമ്പയർ ചെയ്യാൻ അവർക്ക് അറിയില്ല. ദേ ഫെയിൽ ടു റെക്കഗ്നൈസ് ദാറ്റ്. സോ ആ ടാലന്റ് ഇൻഡിവിജ്വൽസിന് ഇല്ല. എന്ത്, പോയട്രി ആണ് ഏറ്റവും ഹയസ്റ്റ് ഫോം ഓഫ് ലിറ്ററേച്ചർ എന്ന് മനസ്സിലാക്കാനുള്ള ടാലന്റ്. കാരണം ആളുകൾ നല്ല പോയട്രിയെ കണ്ടിട്ടില്ല, അതായത് പഴയ ക്ലാസിക്കൽ വർക്കുകളെ വെച്ച് കമ്പയർ ചെയ്തിട്ടില്ല പോയട്രീനെ. അതുകൊണ്ടാണ് ആളുകൾക്ക് ഫെയിൽ ആവുന്നത് നല്ല പോയട്രി കണ്ടുപിടിക്കാൻ. Thus, poetry and those who write it must be appreciated and even elevated to a higher place in society because their contribution to society. So, ഈ കാരണം കൊണ്ടാണ് ഇയാള് എന്താണ് പറയുന്നത്, പോയം എഴുതുന്ന ആളുകൾ, പോയറ്റുകളെ എന്താണ് ഒരു ഹയർ പ്ലേസ് ഇൻ സൊസൈറ്റി ആയിട്ട് അവരെ നമ്മൾ അംഗീകരിക്കണം. അവരുടെ കോൺട്രിബ്യൂഷൻ ടു സൊസൈറ്റി ഈസ് എക്സ്ട്രീംലി ഹൈ. ഓക്കെ. ഫോർ എ ഡിഫെൻസ് അഗെയിൻസ്റ്റ് ദ ചീഫ് അക്യൂസേഷൻ അഗെയിൻസ്റ്റ് പോയട്രി ദാറ്റ് ഈസ് മദർ ഓഫ് ലൈസ്. ഈ ആള് പറയണത് പോയട്രി ഒരു മദർ ഓഫ് ഓൾ ലൈസ് എന്ന് പറഞ്ഞിട്ട് ഗോസൻ അവിടെ പറഞ്ഞിട്ടുണ്ട്. അതിന് അഗെയിൻസ്റ്റ് ആയിട്ടാ പറയുന്നത്. പോയട്രി ഇസ് നോട്ട് ഡിവൈൻ ഓൺലി ബിക്കോസ് ഇറ്റ് പ്രൈസസ് ഗോഡ്, ഇറ്റ് ഈസ് ബിക്കോസ് ഓഫ് ദ മോസ്റ്റ് റിലീജിയസ് ടെൻസ്, ഫാംസ് ആൻഡ് ടെക്സ്റ്റ് ഓഫ് ഗോഡ് ആർ പോയട്രി ഇൻ ദംസെൽഫ്. അപ്പോ മദർ ഓഫ് ഓൾ ലൈസ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ പോയട്രിയെ അക്യൂസ് ചെയ്യുകയാണെങ്കിൽ ഈ ഒരു കാര്യം ഒന്ന് അനലൈസ് ചെയ്ത് നോക്കൂ എന്ന് പറഞ്ഞിട്ട് ആള് പറയാണ്. അതായത് ഈ ലോകത്ത് എഴുതിയിട്ടുള്ള ഒട്ടുമിക്ക റിലീജിയസ് ടെക്സ്റ്റുകള്, അതുപോലെ തന്നെ റിലീജിയസ് പാംസ്, എഴുത്തോലകള്, അതുപോലെ ടെക്സ്റ്റ് ഓഫ് ഗോഡ്, ദൈവത്തെ കുറിച്ച് എഴുതിയിട്ടുള്ള എല്ലാ ടെക്സ്റ്റുകളും പോയട്രിയിലാണ് എഴുതിയിട്ടുള്ളത്. അപ്പൊ അതെല്ലാം ലൈ ആയിരിക്കോ, മദർ ഓഫ് ഓൾ ലൈസ് ആയിരിക്കോ എന്ന് ഇയാൾ ക്വസ്റ്റ്യൻ ചെയ്യാണ്. മറ്റാൾ പറഞ്ഞതിന് അഗെയിൻസ്റ്റ് ക്വസ്റ്റ്യൻ ചെയ്യാണ്. ഹി ഡിസ്കസ് ബിബ്ലിക്കസ് അലിഗറീസ് ഇൻക്ലൂഡ് ക്രൈസ്റ്റ് ഓൺ അലിഗറി ആസ് എൻ ഇൻസ്റ്റൻസ് ഓഫ് പോയട്രി. അതുപോലെ തന്നെ എന്താണ് ബിബ്ലിക്കൽ അലിഗറീസ് വെച്ച് ആൾ എക്സാമ്പിൾ കൊടുക്കുകയാണ്. അതുപോലെ തന്നെ അലിഗറീസ് പറഞ്ഞ ചെറിയ ചെറിയ സ്റ്റോറികൾ, പണ്ട് ബൈബിളിലൊക്കെ ഉള്ള സ്റ്റോറീസ് ഭയങ്കര പോയത്തിന്റെ സ്റ്റൈലാണ് എഴുതിയിട്ടുള്ളത്. ഇപ്പോഴും അതെ, ബൈബിൾ എടുത്ത് നോക്കി കഴിഞ്ഞാൽ പോയത്തിന്റെ സ്റ്റൈലിൽ കാണാൻ പറ്റും. ഓക്കെ. Continuation ആണ്. Sidney discusses difference between poetry, philosophy and history at several points in his essay. ഇനി ആളെ എസ്സേയിൽ പറയുന്ന കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ പോയറ്ററി, ഫിലോസഫി, ഹിസ്റ്ററി, ഈ മൂന്നെണ്ണത്തിന് തമ്മിലുള്ള ഡിഫറൻസുകളെ കുറിച്ചിട്ടാണ്. He imagines historians and philosophers immediately objecting to calm the poetry claim that poetry is medium best suited to teach and transmitting knowledge. ആള് ഒരു കാര്യം അവിടെ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഫിലോസഫി, ഹിസ്റ്ററി വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ പോയട്രി ആണ് ഒരു കാര്യം ഏറ്റവും എളുപ്പത്തിൽ നോളജ് പകരാനുള്ള ഒരു നല്ലൊരു ടൂള് എന്ന് ആള് സജസ്റ്റ് ചെയ്യാണ്. ഓക്കെ. ഒരു ഇൻഫർമേഷൻ ട്രാൻസ്മിറ്റ് ചെയ്യാൻ ഏറ്റവും ബെസ്റ്റ് അന്ന് കാലത്തിട്ടാ, ഇന്ന് കാലത്തല്ല, ഇന്നൊക്കെ അതിൽ എനിക്ക് സിമ്പിൾ ആയിട്ടുള്ള എക്സ്പെരിമെന്റുകളുണ്ട്. അപ്പൊ പണ്ട് കാലങ്ങളിൽ വലിയ വലിയ ഹിസ്റ്ററി ടെക്സ്റ്റുകളൊക്കെ വായിച്ച് മനസ്സിലാക്കുന്നേക്കാൾ എളുപ്പത്തിൽ ഒരു പോയം വായിച്ചു കഴിഞ്ഞാൽ മനസ്സിലാകും. ഓക്കെ. അപ്പൊ പോയട്രി എന്താണ്, ഈസ് എ ബെസ്റ്റ് മീഡിയം സ്യൂട്ടഡ് ടു ടീച്ച് ആൻഡ് ട്രാൻസ്മിറ്റ് നോളജ് എന്നാണ് സിഡ്നി പറയുന്നത്.
Poetry, however, has the power to bring the two together and to unite them in a peaceful manner. അപ്പോൾ പോയട്രിക്ക് എന്താണ് ഈ രണ്ട് കാര്യങ്ങളെ എന്താണ് യുണൈറ്റ് ചെയ്യാനുള്ള കഴിവുണ്ട്. ഓക്കെ, നോളജ് അതുപോലെ തന്നെ അവരുടെ ആ സ്കില്ല്. പോയട്രി ക്യാൻ ടീച്ച് ലെസൺ ബേസ്ഡ് ഓൺ ഹിസ്റ്ററി ആൻഡ് ദെൻ യൂസ് ദം ടു കൺവേ ഹൗ മാൻ ഷുഡ് ബി റാദർ ദാൻ ഹൗ ഹി ഈസ്. അതുപോലെ തന്നെ ഹിസ്റ്ററിയിലുള്ള ലെസൺസ് പഠിപ്പിക്കാൻ വരെ നമുക്ക് പോയട്രി ഉപയോഗിക്കാൻ പറ്റും. അതുപോലെ തന്നെ ആളുകൾ നല്ല രീതിക്ക് എങ്ങനെ നടക്കണം, ഗുഡ് കണ്ടക്ട്, അതെല്ലാം പോയട്രിയിലൂടെ നമുക്ക് പഠിപ്പിക്കാൻ കഴിയും. സിഡ്നി കോൺട്രാസ്റ്റ് പോയട്രി വിത്ത് ഹിസ്റ്ററി വിച്ച് ഗീവ്സ് ഓൺലി വൺ വ്യൂ ആൻഡ് ട്രാപ്സ് റീഡേഴ്സ് ഇൻ ടു എ ലിമിറ്റഡ് ആൻഡ് ലിമിറ്റിംഗ് വ്യൂ. ഒരാൾ പറയാണ് പോയട്രി ഹിസ്റ്ററി വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ എന്താണ് ഹിസ്റ്ററിയിൽ നമുക്ക് ഒറ്റ കാര്യം ഒറ്റ വ്യൂവിലെ കാണാൻ പറ്റുള്ളൂ. ഓക്കെ, നമ്മൾ ഹിസ്റ്ററി വായിക്കുമ്പോൾ നമ്മളെ റീഡേഴ്സ് അവിടെ ട്രാപ്പ് ചെയ്യപ്പെടുകയാണ്, ഭയങ്കര ലിമിറ്റ് ചെയ്യപ്പെടുകയാണ് അല്ലെ. നമ്മളൊരു ചരിത്രം വായിക്കുമ്പോൾ ആ ചരിത്രത്തിൽ നടന്ന കാര്യങ്ങൾ മാത്രമേ നമ്മൾ പഠിക്കുള്ളൂ, ഒറ്റ വ്യൂവിലെ കാണുള്ളൂ. പക്ഷെ പോയം വായിക്കുമ്പോൾ അങ്ങനല്ല, നമുക്ക് പല രീതിയിൽ അതിനെ ഇന്റർപ്രറ്റ് ചെയ്യാം. പക്ഷെ അത് ഹിസ്റ്ററി നടക്കില്ല. പോയട്രി ഈസ് ഡിസൈൻ ടു എക്സ്പ്രസ് ഇമോഷൻ ആൻഡ് ഫീലിംഗ്. പോയട്രി ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഇമോഷൻസ് എക്സ്പ്രസ് ചെയ്യാനും ഫീലിങ്സ് എക്സ്പ്രസ് ചെയ്യാനാണ്. വിച്ച് നെവർ ബി ഫോൾസ്. ഇമോഷനും ഫീലിംഗും ഒരിക്കലും ഒരാൾ എക്സ്പ്രസ് ചെയ്യുമ്പോൾ ഫാൾസ് ആവില്ല, ശരിയല്ലാത്തതാവില്ല എന്നാണ് സിഡ്നി പറയണത്. പക്ഷെ അതങ്ങനെയല്ല, നമുക്കിപ്പോ ഫേക്ക് ആയിട്ടും കാര്യങ്ങൾ പറയാം. പക്ഷെ അന്ന് കാലത്ത് അത് അത്ര അക്സെപ്റ്റ് ചെയ്ത സംഭവമായിരുന്നില്ല. How then could poetry foster corruption? How could it be relevant to society? How could it be irrelevant to society? If one has to study core of humanity and the world of human beings, poetry is the best literary genre as it will never prejudice the reader's thoughts. Thus, in this manner, poetry is presented as superior to other disciplines. അപ്പൊ എന്നിട്ട് ആള് പറയാണ് അങ്ങനെയുള്ള പോയട്രി എങ്ങനെയാണ് കറപ്റ്റഡ് ആവുക, അങ്ങനെയുള്ള പോയട്രി എങ്ങനെയാണ് ഇറലവന്റ് ആവുക. അപ്പോ ഈ ഒരു പ്രജുഡൈസ് റീഡറിന്റെ തോട്ടുകളിൽ എങ്ങനെയാണ് വരിക, പോയട്രി നല്ലതല്ല, പോയട്രി കള്ളമാണ് എന്ന് പറഞ്ഞിട്ട്. ഇങ്ങനെയാണ് അയാൾ ആ പോയട്രി ഡിഫൻസ് ഓഫ് പോയട്രിയിൽ പോയട്രീനെ ഡിഫെൻഡ് ചെയ്യണത്. ഓക്കെ, സോ ഈ ഒരു രീതിക്ക് ഇയാള് പോയട്രിയെ സുപ്പീരിയർ ആക്കിയിട്ട് പ്രസന്റ് ചെയ്യാണ് ആ ഒരു ഇതിൽ ചെയ്തിട്ടുള്ളത്. ഓക്കെ, എന്നിട്ട് ആള് പറയാണ് ഓൾ ദ ക്ലാസിക്കൽ എപ്പിക്സ് ആർ റിട്ടൺ ഇൻ പോയറ്റിക് ഫോം. പണ്ട് എഴുതിയിട്ടുള്ള ഹോമറിന്റെ ഇല്ലിയാഡ്, ഇതവിടെ പറയുന്ന കാര്യങ്ങളിൽ ഗ്രീക്ക് റൈറ്റേഴ്സ് എഴുതിയിട്ടുള്ള വർക്കുകൾ ഇതെല്ലാം എഴുതിയിരിക്കുന്ന പോയത്തിന്റെ രൂപത്തിലാണ്. അപ്പൊ അന്നേ ആളുകൾ വിശ്വസിച്ചിരുന്ന ഒരു സാധനമാണ് പോയട്രി. അങ്ങനെയൊക്കെയാണ് ഇയാൾ പോയട്രീനെ എന്താണ് ഹൈലൈറ്റ് ചെയ്യുന്നത്. സിഡ്നി calls upon three major Greek poet writers, Moschus, Homer, Hesiod, who were the earliest leaders of Greek imaginative literature. Here he is not only giving historical ethos to his argument for importance of poetry, but is making an assumption that poetry will continue to have this amazing legacy. If imaginative poetry is banned from being composed, and the mix between natural and unnatural is compared to poetry, giving poetry to power to transcend human constraint. ആള് പറയാണ് പണ്ട് കാലത്ത് ഗ്രീക്ക് ലിറ്ററേച്ചറിൽ, അതായത് ഇവർ ഈ പറയുന്ന ഈ 16-ാം നൂറ്റാണ്ടിൽ പറയണേക്കാൾ മുന്നേ 4 സെഞ്ചുറി ബി സി 2 സെഞ്ചുറി ബി സിയിലൊക്കെ ആളുകൾ ഇമാജിനേറ്റീവ് ലിറ്ററേച്ചർ ഉപയോഗിച്ചിട്ടാണ് പല ലിറ്റററി ക്ലാസിക്കുകൾ ഗ്രീക്കിലും ലാറ്റിനും ഉണ്ടാക്കിയിട്ടുള്ളത്. ഓക്കെ, സോ ഹീസ് ആക്ച്വലി ഡിഫെൻഡിങ് പോയട്രി ബേസ്ഡ് ഓൺ giving examples from Greek mythology. Okay, he's saying that all the other Greek classical works were written as poems. Imaginative literature, okay, was actually made in the old traditions of Homer, അല്ലെങ്കിൽ in the old traditions of poetry. Then how is poetry a corrupt phenomenon? Okay, Sidney is probably the first critic who introduces idea of mother tongue. We'll call upon Moses, Homer, Hesiod, the fathers of Greek mythology literature. He speaks the Italian forefathers of poetry, ദാന്റെ, ബൊക്കാഷിയോ, പെട്രാർക്ക്. അപ്പൊ ഇയാൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ ഈ പഴയ പോയറ്റുകളെ എല്ലാവരെയും ഇങ്ങനെ എടുത്തെടുത്ത് പറയാണ് ഈ ഡിഫൻസ് ഓഫ് പോയട്രിയിൽ. അതാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ഹോമർ, ഹെസോയിഡ്, മോഷ്യസ് അവരൊക്കെ ഗ്രീക്കിലെ ഗ്രേറ്റസ്റ്റ് ആയിട്ടുള്ള പോയറ്റ്സ് ആയിരുന്നു. അതുപോലെ തന്നെ ഡാന്റെ, ബൊക്കാഷിയോ, പെട്രാക്കി ഇവരൊക്കെ ഇറ്റാലിയൻ റിനൈസൻസിൽ ഹെൽപ്പ് ചെയ്തിട്ടുള്ള, ഇറ്റാലിയൻ റിനൈസൻസിൽ പോയട്രി എഴുതിയിട്ടുള്ള പോയറ്റ്സ് ആയിരുന്നു. ഈ ബൊക്കാഷിയോന്റെ ഡെക്കോമറോൺ എന്നാണ് നമ്മുടെ ചോസർ കാൻറ്റർബറി ടേൽസ് എഴുതിയത്. അതിന് ഇംഗ്ലീഷിലേക്ക് വേറൊരു വേർഷനിലേക്ക് ആക്കിയിട്ട്. അപ്പൊ അത്രയും സ്ട്രെങ്ത് ഉള്ള പോയട്രിയാണോ നമ്മള് എന്താണ് അറ്റാക്ക് ചെയ്യുന്നത്? പോയട്രി ട്രൂത്ത് അല്ല, പോയട്രി ഫേക്ക് ആണ്, ലൈസ് ആണെന്ന് പറഞ്ഞിട്ട് ഈ സ്റ്റീഫൻ ഗോസനെതിരെയുള്ള റെസ്പോൺസ് ആണ് ഈ വർക്കിൽ പറയുന്നത്. These three figures influenced the great English writer Chaucer, who had a close relationship with Boccaccio while Chaucer was in Italy. Sidney also mentions Gower was a founder of English Renaissance with Chaucer. Okay, Sidney ഞാളത് കൺക്ലൂഡ് ചെയ്യുന്നതോടെ പറഞ്ഞിട്ടില്ല. Sidney brings up nature against later in his work and compare how other disciplines like astronomy, music, geometry, arithmetic, philosophy and law are based on the rules of their studies by nature. അതുപോലെ തന്നെ നേച്ചറെ കുറിച്ചുള്ള സ്റ്റഡീസ് പോയട്രിയിൽ കൊണ്ടുവരുന്നത് ഭയങ്കര ഫേക്ക് ആണെന്ന് മറ്റാൾ പറയണ്ടായിരുന്നു. ഓക്കെ, അപ്പോ
പല പഴയ വർക്കുകളിൽ ആസ്ട്രോണമിയെ കുറിച്ചും മ്യൂസിക്കിനെ കുറിച്ചിട്ടും ഈ ഫിലോസഫി, അരിത്തമെറ്റിക്, ജിയോമെട്രി ഇതിനെ കുറിച്ചിട്ടൊക്കെ പറഞ്ഞ കാര്യങ്ങൾ ഇയാള് എടുത്ത് മെൻഷൻ ചെയ്യാണ്. He gives validity to poetry by showing the flaws in other disciplines that aren't currently being scrutinized. എന്നിട്ട് ആള് പറയാണ് പോയട്രി ബാക്കിയുള്ള ജോണറുകൾ ഇപ്പൊ ഹിസ്റ്ററി, ഫിലോസഫി ഒക്കെ വെച്ച് നോക്കുമ്പോൾ എത്രത്തോളം എന്താണ് ഡിഫറെന്റ് ആണ്, അല്ലെങ്കിൽ എത്രത്തോളം ഈസി ആണ് ബാക്കിയുള്ളതിന്റെ ഫ്ലോസ്, പ്രോബ്ലംസ് എന്തൊക്കെയാണെന്ന് പറഞ്ഞിട്ടൊരു കമ്പാരിസൺ ഇതിൽ ചെയ്തിട്ടുണ്ട്. അങ്ങനെ വാലിഡിറ്റി കൊടുക്കുന്നുണ്ട് പോയട്രിക്ക്. He claims that poetry is the only art that affects nature, where in other subjects nature affects everything around it. ഓക്കെ, ആൾ എന്നിട്ട് പറയാണ് പോയട്രിയിലാണ് ഏറ്റവും കൂടുതൽ ആർട്ട് നേച്ചർ എഫക്ട് ചെയ്യുന്നത്, ബാക്കിയുള്ള സബ്ജക്റ്റുകളിൽ നേച്ചർ എഫക്ട് ചെയ്യുന്നത് പരസ്പരം ചുറ്റുമുള്ള കാര്യങ്ങളാണ്. ഓക്കെ, ആർട്ടും നേച്ചറും കൂടെ യുണൈറ്റ് ചെയ്യുന്നതാണ് പോയട്രി എന്നാണ് ആൾ പറഞ്ഞിട്ടുള്ളത്. Poetry is the only thing that can create something out of nature and make it more beautiful than it was in the originally. പോയട്രിയിൽ മാത്രമാണ് നേച്ചറിന്റെ ഉള്ളിലുള്ള ഒരു സാധനത്തെ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളതിനെ കൂടുതൽ ബ്യൂട്ടിഫുൾ ആക്കാൻ പറ്റുള്ളൂ. അപ്പൊ നമ്മൾ പറയില്ല, ഒരു മരം എന്ന് പറഞ്ഞാൽ നേച്ചറിലുള്ള സാധനമാണ്. ഒരു എഴുത്തുകാരൻ, ഒരു പോയറ്റിന് വേണമെങ്കിൽ ആ മരത്തിന് ജീവൻ കൊടുത്ത് ഒരു സംസാരിക്കുന്ന ഒരു വ്യക്തിയാക്കിയിട്ട് മാറ്റാൻ പറ്റും, അല്ലെ? ഒരു ഹിസ്റ്റോറിയന് അത് പറ്റില്ല, ഒരു ഫിലോസഫറിന് അത് പറ്റില്ല, അല്ലെങ്കിൽ ഒരു മാത്തമാറ്റീഷ്യന് അത് പറ്റില്ല. ഒരു പോയറ്റിന് മാത്രമേ പറ്റുള്ളൂ, അല്ലെ? കിളികൾ തമ്മിൽ സംസാരിക്കുന്ന സംസാര ഭാഷ എഴുതാം, പൂക്കൾ തമ്മിൽ സംസാരിക്കുന്നതായിട്ട് എഴുതാം, പ്രണയത്തിലാണെന്ന് എഴുതാം. കാരണം ഇതൊക്കെ കഴിവുള്ള ഒരു പോയറ്റിനാണ്. അപ്പൊ അതാണ് ആള് പറഞ്ഞിട്ടുള്ളത്, പോയട്രിയിൽ മാത്രമാണ് അങ്ങനത്തെ നേച്ചറിന്റെ ഉള്ളിൽ നിന്ന് മോർ ബ്യൂട്ടിഫുൾ ആക്കിയിട്ട് നേച്ചറിന് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. പോയട്രി is not enclosed within the narrow warrant of a gift. He alludes that poetry as a nature's golden era. പോയട്രി എന്ന് പറഞ്ഞാൽ ഒരു നേച്ചറിന്റെ ഗോൾഡൻ ഏജ് ആണ്. എ ടൈം ഇൻ ഗ്രീക്ക് മിത്തോളജി ഓഫ് ടോട്ടൽ പീസ് ആൻഡ് പ്രോസ്പെരിറ്റി. ഗ്രീക്ക് മിത്തോളജിയിൽ പീസ് ആൻഡ് പ്രോസ്പെരിറ്റി സ്പ്രെഡ് ചെയ്തിട്ടുള്ള ഒരു സാധനവും കൂടിയാണ് പോയട്രി. ഇത്രയും കാര്യമാണ് നമ്മുടെ ഡിഫൻസ് ഓഫ് പോയസിയിൽ സിഡ്നി പറയണത്.